ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റ് കാണാവോ ഉണ്ടാവും 220യുടെ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. 50യുടെ ഒക്കെ ബ്രേക്ക് ലൈറ്റ് കേട്ടോ. അടിപൊളി സാധനം. മീറ്ററൊക്കെ 1000 രൂപ. 220യുടെ ഹെഡ്ലൈറ്റ് ഇതായിരിക്കണം ഗൈസ്. നല്ല ഹലോ ഗൈസ്, പുതിയൊരു ഡെയിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ടൊന്നുമില്ല, അതായത് ബൈക്കിൽ ചെയ്യുന്ന മോട്ടിവേഷൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ചുമ്മാതെ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടെങ്കിൽ ഇറങ്ങിയതാ. ജസ്റ്റ് കൊല്ലം വരെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വെച്ചു. കൊല്ലത്ത് പോയിട്ട് കറങ്ങുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഷോപ്പുകളോ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകളൊക്കെ എന്തെങ്കിലും കിട്ടുമ്പം അതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയിൽ ഇടുന്നതാണ് പതിവ്. അതാണല്ലോ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ, മെയിനായിട്ടുള്ള സംഭവം അതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാത്തന്നൂരുള്ള ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്ന ഒരു വയലാണ് കേട്ടോ. സംഭവം നൈസ് സ്പോട്ടാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പ് കാറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വെയിലും ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമ്പോഴോ അതൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൊല്ലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബൈക്കിന് സ്പെയർക്ക് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതല്ല, ഈ ഇടയ്ക്ക് തൊട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അതിലൊന്നാണ് ഈ കാണുന്നത്. പിന്നെ അപ്പുറത്തൊന്നും ഇട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് വല്ല വീഡിയോ എടുക്കാൻ പറ്റുമോ എന്തോന്ന് നമുക്ക് ഇന്ന് നോക്കാം. പോവാം. ഹായ് ബ്രോ, എങ്ങോട്ടാണ്? ആ, ഷോറൂമില്ല. ആ ശരി, കാണാം. ഓക്കെ, അപ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു അവിടെ വെച്ച്. അപ്പോൾ അകത്തോട്ട് കയറാം. ഓ, ഒരുപാടുണ്ടല്ലോ. ഞാൻ പുറമേന്ന് കാണുന്നതൊക്കെ കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പൊളിച്ചിട്ടേക്കാം. പൊളിക്കാൻ കിടക്കുന്ന വണ്ടികളും ഉണ്ട്. ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റ് കാണാവോ ഉണ്ടാവും 390യുടെ. ഇതല്ല മറ്റേ പുതിയ മോഡല് ഇല്ലല്ലേ? ഓക്കെ, ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ചേട്ടാ? വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? യൂട്യൂബിലേക്ക് ഇടാനായിട്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഹെഡ്ലൈറ്റ് ഞാൻ ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ. അത് വെച്ചാൽ ഇവിടെ ഇനി വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ കയറി വന്നുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ കേസ് ചോദിച്ചതാ. ഇതാ ഇവിടെ ഒരു 220യുടെ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. വേറെ അത്യാവശ്യം സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് നോക്കാം, ഓരോന്നും തപ്പി എടുക്കാം. ഒരുപാട് ഫ്രണ്ട് അലോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ടയർസൊക്കെ ഇരിപ്പുണ്ട്. കുറേ എഞ്ചിൻ പാർട്സൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കാം കേട്ടോ. വണ്ടിയുടെ പിസ്റ്റണും ക്രാക്കൊക്കെ ഇങ്ങനെ പൊളിച്ച് മാറ്റി ഇട്ടേക്കാം. ഒരുപാട് പൾസറിൻ്റെതും ഡിസ്കവറിൻ്റെതും ഡിസ്കവർ അങ്ങനെ പല ബൈക്കിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടേക്കാണ്. എക്സോസ്റ്റൊക്കെ ആ ഒരു സൈഡ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാൻ അപ്പോൾ സ്ഥലമില്ല. ഓക്കെ, പോട്ടെ. പഴയ ബൈക്കിൻ്റെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെയുള്ള ഒരു 150cc അതിന് അങ്ങനെയൊക്കെ ഉള്ളൊരു ബൈക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരുപാടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അവിടെയും ഇത് തന്നെ പറയാം, ഡ്യൂക്ക് 390യുടെ ഹെഡ്ലൈറ്റ് ഉണ്ടാകുന്ന നോക്കാം. ഒരുവിധപ്പെട്ട ഷോപ്പിൽ അത് കാണത്തില്ലെന്നാണ് വിശ്വാസം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചോദിക്കുന്നത്. ഓ, ഇവിടെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് കിറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഒരുപാട് കിറ്റൊക്കെ ഇരിപ്പുണ്ട്. ചേട്ടാ, ഡ്യൂക്ക് 390യുടെ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ടോ? ഡ്യൂക്ക് 390യുടെ ഹെഡ്ലൈറ്റ് പുള്ളിക്കാരൻ 250യുടെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് കവർ ഇതാ അവിടെ ഇരിപ്പുണ്ട്. ചേട്ടാ, അകത്തോട്ട് കയറിക്കോട്ടാ. ഓക്കെ, താങ്ക് യു. കയറി നോക്കാനാണോ അതിനുള്ള ഇതാ 220യുടെ 180 150യുടെ ഒക്കെ ബ്രേക്ക് ലൈറ്റ് കേട്ടോ. അടിപൊളി സാധനം. സ്ക്രാച്ചാ ക്രാക്കാ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കിട്ടുന്ന സാധനം ഇരിപ്പുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് പൊക്കിക്കോ. അതിൻ്റെ 2 ലോക്ക് പൊട്ടിയിട്ടുണ്ട്. ബേക്കിലത്തെ 2 ലോക്ക് കിടപ്പുണ്ട്. പിന്നെ അവരുടെ ഫോർക്കുകളാണ്. സ്പ്ലെൻഡർ, പാഷൻ പ്രോ അങ്ങനത്തെ ഒരുപാട് ഫോർക്കുകളാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ അതാ പഴയ മോഡൽ പൾസറിൻ്റെ പെട്രോൾ ടാങ്ക് കിടക്കണം. പിന്നെ നമ്മളെ ഹോണ്ട ഡ്രീം യൂക്കോയുടെ പെട്രോൾ ടാങ്ക്, 180യുടെ ഒക്കെ ഹെഡ്ലൈറ്റ്. പിന്നെ കുറേ സ്കൂട്ടിയുടെ
ഹെഡ്ലൈറ്റ്, ആക്റ്റീവയുടെ ഒക്കെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ള. ബുള്ളറ്റിൻ്റെയൊക്കെ ടാങ്കുകളൊക്കെ ഫ്രഷ് പീസൊക്കെ മുകളിൽ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമോ എന്തോ, ഞാൻ ഫ്ലാഷ് അടിച്ചാണ് കാണിച്ചു തരുന്നത്. ഇതാ കിടക്കുന്ന പെട്രോൾ ടാങ്ക്, ഒരു സെറ്റ് ടാങ്ക് പൾസറിൻ്റെയൊക്കെ. അയ്യോ അത് തുരുമ്പെടുത്ത് പോയേട്ടോ, എവിടെയൊക്കെ തുരുമ്പെടുത്ത് ഇരിക്കാൻ. എൻ്റെ അടുത്ത് കൂട്ടാൻ ചോദിച്ചാൽ പെട്രോൾ ടാങ്ക് എവിടെ ഉണ്ടാകുന്നു, പക്ഷേ തുരുമ്പെടുത്തിരിക്കേണ്ട ആളിയാ. ഓക്കെ ശരി. ഡ്യൂക്ക് 390 ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ടോ? ഡ്യൂക്ക് 390 അതിൻ്റെ ഹെഡ്ലൈറ്റ്. ആ 200 ആണല്ലേ? 250 ഗായ്സ്, ഡ്യൂക്ക് 200 250 ഒക്കെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. മറ്റേതില്ല, ആ മോഡലില്ലേ അല്ലേ? ഓക്കെ ഏട്ടാ. അടുത്തൊരു ബ്രേക്ക് ലൈറ്റ് നടക്കണം. ഇതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മീറ്ററൊക്കെ ഇതും പോയ മീറ്ററാണ് കേട്ടോ, അടിച്ചോയ മീറ്ററാണ്. 220 ഒക്കെ അടിച്ചോയ മീറ്ററാണ്. ഈ ഭാഗത്ത് ഫുള്ള് നമ്മളെ സ്കൂട്ടി, സ്പ്ലെൻഡർ അതുപോലത്തെ ഉള്ള ബൈക്കിൻ്റെയൊക്കെ 180 എക്സോസ്റ്റുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന സ്റ്റോക്ക് എക്സോസ്റ്റുകൾ. സ്റ്റോക്ക് മാത്രമല്ലതാ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് എന്ന് കിടക്കുന്ന ഗൈസ്. 220 വൈപ്പാണ് കേട്ടോ. 220 വൈപ്പിൽ വെൽഡ് ചെയ്തിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റാണ് കേട്ടോ. അയ്യോ 220 അല്ലേ ഇത്? 220 അല്ലല്ലോ. ഇത് എത്ര ആവും ചേട്ടാ? 1000 രൂപ. ഇത് ഏത് വണ്ടിക്കുള്ള തന്നെ അല്ലേ? ആയിരിക്കും. 220 ആയിരിക്കും. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിരിക്കുക, വെൽഡ് ചെയ്തിരിക്കാൻ കേട്ടോ. അപ്പോൾ 220 തന്നെ എന്നാ തോന്നണം. 1000 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 1000 രൂപയ്ക്ക് എക്സോസ്റ്റ് പൊളി. ഓക്കെ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കയറാൻ സ്ഥലമില്ല. നമുക്ക് ഇവിടെ നിന്ന് മാറ്റി പിടിക്കാം. സെക്കൻഡ് സ്പെയറൊക്കെ കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേര് തട്ടാമല കേട്ടോ. കൊല്ലം തട്ടാമല എന്ന സ്പോട്ടിലാണ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കാം. ചേട്ടാ കോൺടാക്ട് നമ്പർ തരണേ. ഇവിടുത്തെ നമ്പർ തരാം കേട്ടോ. ഓക്കെ. വീഡിയോ എടുത്തതാ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം അങ്ങനെയുണ്ട് ഷോപ്പ്, അങ്ങനെയുണ്ട്. ഇനി അടുത്തത് ഇത് തന്നെ പിടിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി വെബ്സൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സ്പെയറൊക്കെ കിട്ടുന്ന കൊല്ലത്തുള്ള ഷോപ്പുകളാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തുള്ളത് നമ്മുടെ കൊല്ലം ചിന്നക്കടയിലൊരു സ്പോട്ടുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ഷോപ്പ് അതാണ്, അതായത് ബെറ്റർ ഷോപ്പുകൾ അതാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ അടുക്കി ഇരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ എനിക്കൊന്നും പെർമിഷൻ കിട്ടത്തില്ല. മുമ്പ് അവിടെ ഒരിക്കൽ വീഡിയോ എടുക്കാൻ പോയപ്പം അവർ സമ്മാനം തന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ എന്തായാലും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചിന്നക്കടയിലെ ഷോപ്പ് കേട്ടോ. അപ്പം ഇവിടെ എവിടെ വേണ്ടി നിർത്തുന്നതാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഒരുപാട് ഷോപ്പ് ഇങ്ങനെ ടിക്കി വെച്ചിരിക്കുക. ഡ്യൂക്ക് 390 ഹെഡ്ലൈറ്റ് ഉണ്ടോ? ഈ മോഡൽ ഹെഡ്ലൈറ്റ് ഓമ്പി ഉണ്ടോ? 8000 നല്ല പീസ് തന്നെ. ആ യൂട്യൂബ് സ്കൂട്ടാ. വേണ്ട ബ്രോ. റെക്കോർഡിങ്ങാ എൻ്റെ കല്ലമ്പലം. ഡ്യൂക്ക് ചാനൽ അത് റെക്കോർഡിംഗ് ആണ്. അല്ല, ഞാൻ എഡിറ്റ് ചെയ്ത് അപ്പോഴേക്കും ഇടും. ഓക്കെ, പിന്നല്ല. ഓക്കെ, അപ്പോൾ വിചാരിച്ചെടുക്കല്ല കേട്ടോ, അവർ ഫുള്ള് സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിനകത്തുള്ളത് നമുക്കൊന്ന് കാണാം. ഒന്നുമില്ലേ, ഇവിടെ ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ഡ്യൂക്ക് 390 ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ അത് ചോദിക്കാം. അയ്യോ എൻ്റെ തല പോയി. ഹെഡ്ലൈറ്റ് കാണിക്കാൻ പറ്റുമോ ബ്രോ? ഇപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാനായിട്ട്. അല്ല, എന്നാലും എനിക്ക് എടുക്കണമായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട്. ഓക്കെ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. 220 ഹെഡ്ലൈറ്റ് ഇതായിരിക്കണം ഗൈസ്. നല്ല അത്യാവശ്യം നല്ല ക്ലിയർ സാധനം കേട്ടോ. അയ്യോ, അടിഭാഗത്ത് ചെറിയൊരു ക്രാക്കുണ്ട്. എങ്കിലും നല്ല റേറ്റ് കുറച്ച് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരും? റേറ്റ്
4,000 അല്ലേ? സിമ്പിളാ. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. പോട്ടാ. സന്ദർശിച്ചതിന്, ഞങ്ങളെ കട സന്ദർശിച്ചതിന് ഞങ്ങൾ ഓക്കെ. വെളുപ്പിച്ചേക്കാം. അയ്യോ, ഇവിടെ ശോകമാണ് കേട്ടോ. നൈസിൻ്റെ ഇവിടെ നിന്ന് സ്കൂട്ടായി ഗൈസ്. എനിക്ക് അങ്ങോട്ട് ഇവിടെ നിൽക്കാനൊരു ഇതില്ലാത്ത കണക്ക്, അതുകൊണ്ട് നൈസിനോട് സ്കൂട്ടായി. നമ്മുടെ ഇന്ത്യൻ മോട്ടോഴ്സ് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി കേട്ടാ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാ. ഹലോ ഗൈസ്, എവിടെയാണ്? സുഖമാണോ? ട്രിപ്പൊക്കെ പോയി പൊളിച്ചിട്ട് വേണമെങ്കിൽ വന്നില്ലേ? അജ്മല ഇടുക്കി പോയാ വൈഫിനെ കൊണ്ടാ? അല്ലാതെ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനക്കടലിൽ ആക്രിക്കട വന്നപ്പോൾ അവരൊരു എന്താണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ ബിഹേവിയർ ഒരു പുച്ഛം കണക്ക് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ അധികം നിൽക്കാത്ത. നൈസിന് അവിടെ നിന്ന് ചാടി ആ മൂടങ്ങ് പോയി. ബാക്കിയുള്ള ഷോപ്പിലും കൂടെ എടുക്കാനുള്ള ആ മൂടങ്ങ് പോയി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും വയ്യ കേട്ടോ. അപ്പോൾ നൈസിന് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ കേട്ടോ. ഒരു വെള്ളം വല്ലതും കുടിക്കണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അയ്യോ, ഓഫ് റോഡാണല്ലോ. ഗൈസ്, ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായത്രി ഇതായി നിൽക്കുന്നത്. അപ്പം വീട്ടിൽ ചെറിയൊരു അപ്ഡേഷനോടെ പറയാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ബൈക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു അപ്ഡേഷൻ ചെയ്തതാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന വഴിയില്ല, അപ്പോൾ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ എന്ന് വെച്ചാൽ കയറുന്ന വഴി ഈ ഭാഗത്തൊക്കെ അടി തട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി അവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് ചാടാൻ നേരത്തെ അടി തട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സിമെൻ്റൊക്കെ ഇട്ട് ഇവിടെ കുറച്ച് ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി മുറ്റത്തേക്ക് ഇറക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. നോക്കി വണ്ടി അപ്പോൾ അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് കൊണ്ട് മുറ്റത്തേക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ വണ്ടി അവിടെ വെച്ച് വണ്ടി കഴുകാനും ട്യൂബ് ചെയ്യാനും എല്ലാം ഇവിടെ കൊണ്ടുവച്ച് വണ്ടി മുകളിൽ ഇനി ഷീറ്റും കൂടെ വേണം. അതുകൊണ്ട് ഇടാൻ നേരത്ത് പാർക്കിംഗ് ഏരിയ എല്ലാം സെറ്റപ്പ് ആവും കേട്ടോ. അപ്പം അതൊക്കെ ബാക്കി പരിപാടിയൊക്കെ ഇനി നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതല്ലോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയൊരു ക്ലിപ്പുകൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളെ 2 മച്ചന്മാർ വന്നാണ് ഇത് ചെയ്തു തന്നത് കേട്ടോ. നമ്മളെ വീട് ഇടിക്കാനായിട്ട് വീടിടിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു സ്ലോപ്പ് ശരിയാക്കാനായിട്ട് നമ്മളെ ശരിയാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സുനീഷ് മച്ചാൻ നോക്കട്ടെ. ഇവനാണ് സുനീഷ് കേട്ടോ. ഇവൻ സാധാരണ പണിക്കൊക്കെ പോകുമ്പോൾ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് പണിക്കൊക്കെ പോകുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് വീഡിയോ ചെയ്യണമെന്നൊക്കെ ചുമ്മാ തള്ളി വെച്ച്. അപ്പോൾ അതുകൊണ്ട് അവൻ പാൻറ്റ് ഇട്ട് വാച്ചൊക്കെ കെട്ടി ഒരു സുന്ദര കുട്ട പാൻറ്റ് വന്നിരിക്കാൻ കേട്ടോ അവൻ. എന്നിട്ട് ഞാനാണ് ഈ വീഡിയോ എടുത്തത്. ഓടത്തില്ലല്ലേ? അപ്പോൾ ഇടിച്ച് ലെവലാക്കാനായിട്ട് കൊണ്ടുവന്നൊരു മെഷീനാണ് കേട്ടോ. കോൺക്രീറ്റ് ഒക്കെ ഇടിച്ച് ലെവലാക്കാനുള്ള ഒരു മെഷീനാണ്. ജസ്റ്റ് എൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. കൊള്ളാമല്ലേ? പണിക്കാരെന്താ വേറെ ഒരാളോടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജോമോനാണ്, JCB ഡ്രൈവറാണ് ഈ പുള്ളി. നമ്മുടെ സബ്സ്ക്രൈബ് വെച്ചാലാണ് കേട്ടോ. നമുക്ക് ബൈക്ക് ഇറക്കുന്ന കാണിച്ചു കൊടുത്താലോ? നീ പിടിക്കോ, ഞാൻ ഇറക്കാം. ഗായ്സ്, അപ്പോൾ ഗായത്രിയാണ് വീഡിയോ എടുക്കാം. നിന്നെ അല്ലേ? എന്നെയല്ലേ എങ്ങനെ പിടിക്കുന്നത്? ഇങ്ങനെ. ഓക്കെ, അപ്പം ബൈക്ക് ഇറക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല, റോട്ടിൽ നിന്ന് വന്നിട്ട് ഇറക്കുന്നത് കാണിച്ചു തരാം. പോണാ? അയ്യോ ഗായ്സ്, അപ്പോൾ ദാ സിംബാരി ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുവഴി നമുക്ക് റൂമിൻ്റെ അകത്താണ് മറ്റേ വണ്ടി വരുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടൂൾ ബോക്സും ചെയിൻ ലൂബും വണ്ടിയുടെ എന്താ എൻ്റെ റൈഡിങ് സാധനങ്ങൾ ഫുള്ള് ഇതാ ഈ റൂമിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പം ഡോറ് തുറന്ന് വണ്ടി പണിയാനും എല്ലാത്തിനും എളുപ്പമുണ്ട്. അപ്പം ഫുൾ സെറ്റാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി. അപ്പോൾ എന്തായാലും മറ്റൊരു കിടലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.